രാജ്യത്തെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടും ദുർബലനെന്ന് വിളിക്കപ്പെടുകയും നിരന്തരം മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചിട്ടും മൗനിയെന്ന് ആക്ഷേപിക്കപ്പെടുകയും ചെയ്ത നേതാവാണ് മൻമോഹൻ സിംഗ്. എന്നാൽ ആക്സിഡന്റൽ PM എന്നതടക്കമുള്ള ആക്ഷേപങ്ങളെ ചരിത്രം തിരുത്തുമെന്ന മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ കാലത്താൽ സാധൂകരിക്കപ്പെട്ടു. History will be kinder to me than the contemporary media. മാധ്യമങ്ങളോ പ്രതിപക്ഷമോ എന്നോട് കാണിക്കാത്ത കരുണ ചരിത്രം എന്നോട് കാണിക്കും. 2014 ജനുവരി 3 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തന്റെ അവസാന പത്രസമ്മേളനത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകളാണിത്. സഖ്യകക്ഷി നേതാക്കൾ ഉൾപ്പെട്ട അഴിമതി ആരോപണങ്ങളാൽ കലുഷിതമായിരുന്നു മൻമോഹൻ സിംഗിന്റെ രണ്ടാം ഊഴം. 2G സ്പെക്ട്രം അഴിമതി, കോമൺവെൽത്ത് ഗെയിംസ് ക്രമക്കേട്, കൽക്കരി കുംഭകോണം, അങ്ങനെ നീളുന്നു രണ്ടാം UPA സർക്കാർ നേരിട്ട അപഖ്യാതികൾ. മുംബൈ ഭീകരാക്രമണം, നിർഭയ കൂട്ടബലാത്സംഗ കൊലക്കേസ്, അങ്ങനെ ജനരോഷം ഇളക്കിവിട്ട നിരവധി സംഭവങ്ങൾ. തുടർന്ന് 2014 UPA അധികാരഭ്രഷ്ടരായി. മൻമോഹൻ സിംഗിന്റെ പ്രതിച്ഛായയ്ക്കും ഇതൊക്കെ മങ്ങലേൽപ്പിച്ചു. 10 വർഷം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നയിച്ചിട്ടും ആക്സിഡന്റൽ PM എന്ന ടാഗ് മൻമോഹൻ സിംഗിനെ ഒഴിഞ്ഞുപോയില്ല. മൗനി ബാബ, മൗനി മോഹൻ എന്നെല്ലാമായിരുന്നു പ്രതിപക്ഷ പരിഹാസം. ദുർബലനായ പ്രധാനമന്ത്രി എന്നായിരുന്നു ആക്ഷേപം. People say I was a silent prime minister. I think these volumes speak for themselves. I certainly would like to say that I was not the prime minister who was afraid of talking to the press. ഒരിക്കൽ മാധ്യമങ്ങളോട് ഡോക്ടർ മൻമോഹൻ സിംഗ് ചോദിച്ചു, ശക്തനായ പ്രധാനമന്ത്രി എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അഹമ്മദാബാദിന്റെ തെരുവുകളിൽ നിരപരാധികളുടെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുന്നതാണോ ശക്തിയുടെ അളവുകോൽ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത്ര ശക്തനായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗുജറാത്ത് കലാപത്തെ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു. അതേ മൻമോഹൻ സിംഗ് ആണ് നോട്ട് നിരോധനത്തെ സംഘടിത കൊള്ളയെന്ന് വിശേഷിപ്പിച്ച് പ്രതിപക്ഷ ശബ്ദത്തിന് വീറു പകർന്നത്. കൂരമ്പുകളുടെ കാലത്തും തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങളെ നേരിട്ടു മൗനി എന്ന് വിളിക്കപ്പെട്ട ആ മുൻ പ്രധാനമന്ത്രി. ഇന്ത്യയെ സാമ്പത്തിക തകർച്ചയുടെ വക്കിൽ നിന്ന് കരകയറ്റി ധീരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ദീർഘദർശിയായ ഈ രാഷ്ട്രതന്ത്രജ്ഞന്റേതാണ്. സോണിയയുടെ പാവയെന്ന് പഴികേട്ട മൻമോഹൻ സിംഗ് ആണ് ഒരു ദശാബ്ദക്കാലം കോൺഗ്രസിന്റെ 2 കൂട്ടുകക്ഷി സർക്കാരുകളെ നയിച്ചത്. രാഹുൽ ഗാന്ധി പോലും മൻമോഹൻ സിംഗിന്റെ ഓർഡിനൻസിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ചരിത്രത്തിലെ കൗതുകം. India worthy of the dreams of the founding fathers of our republic. We shall pay any price, bear any burden, make any sacrifice to realize those dreams. India is on the move again. We shall make the future happen. 1991 വിപ്ലവകരമായ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അന്ന് ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു: ലോകം മുഴുവൻ ഉച്ചത്തിലും വ്യക്തവുമായി കേൾക്കട്ടെ, ഇന്ത്യ ഉണർന്നു കഴിഞ്ഞു, നമ്മൾ വിജയിക്കും. US പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ ലോകം കാതോർക്കുന്നു. രാഷ്ട്രീയത്തിൽ മര്യാദയും സഹിഷ്ണുതയും മുഖമുദ്രയാക്കിയ ആ നേതാവ് വാക്കുകൾക്കപ്പുറം പ്രവൃത്തി കൊണ്ട് പരിവർത്തനത്തിന്റെ ചാലകശക്തിയായി തീർന്നു. ചരിത്രം മൻമോഹൻ സിംഗിനോടല്ല, മൻമോഹൻ സിംഗ് ചരിത്രത്തോടാണ് ദയ കാണിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.